കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ആഡ് അപ് ടു 57. വാട്ട് ആർ ദീസ് ഇൻറ്റീജേഴ്സ്? അതായത് കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന 3 ഇൻറ്റീജേഴ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. 6, 7, 8 ഇത് 3 തൊട്ടടുത്ത് നിൽക്കുന്ന 3 ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഇത് നമ്മുടെ ആൻസർ അല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള 6നെ ഞാൻ എക്സ് എന്ന് വിളിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ 7നെ x+1 എന്ന് വിളിക്കാം അല്ലേ, x+1. അങ്ങനെയാണെങ്കിൽ 8ഓ x+2 ആയിരിക്കും. അപ്പോ ആദ്യത്തെ ഇന്റീജർ എക്സ്, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അടുത്ത ഇന്റീജർ x+1, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അടുത്ത ഇന്റീജർ x+2. അപ്പോ നമുക്ക് ആ 3 കോൺസിക്യൂട്ടീവ് ഇന്റീജേഴ്സിനെ എക്സ് എന്നും x+1 എന്നും x+2 എന്നും എടുക്കാം. ഇത് 3ഉം കൂടെ എന്ത് ചെയ്യുവാണ്? ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ എന്താ? 57 ആണ്. 57. അപ്പൊ x+x+x 3x ആണ്. 3x + 1+2 3 ചെയ്യുമ്പോൾ 57 എന്ന് കിട്ടും. അപ്പൊ 3x = 57. ഈ 3 ഇപ്പുറത്ത് പോകുമ്പോൾ -3 ആവും. അപ്പൊ 57 - 3. അപ്പൊ 3x = 54. x = 54/3. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ 18 എന്ന് കിട്ടും. അപ്പൊ x 18 ആണ്. അതായത് ആദ്യത്തെ ഇന്റീജർ എന്താണ്? 18 ആണ്. അപ്പൊ ആദ്യത്തെ ഇന്റീജർ 18 ആണെങ്കിൽ രണ്ടാമത്തെ ഇന്റീജർ 19 ആണ്. മൂന്നാമത്തെ ഇന്റീജർ 20 ആണ്. അപ്പൊ 18, 19, 20 കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്ന ആൻസർ 57 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ 18, 19, 20 ഇതാണ് 3 കോൺസിക്യൂട്ടീവ് ഇന്റീജർ. അങ്ങനെയാണെങ്കിൽ 3 consecutive integers add up to 99. What are these integers? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.